ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം പോലും കേരളം ഇത്രയധികം ടെൻഷനായി കാണില്ല. പക്ഷേ ആര് മുഖ്യമന്ത്രിയാകുമെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത 10 ദിവസങ്ങൾ, ആ ദിവസങ്ങളെ കേരളം എങ്ങനെ അതിജീവിച്ചുവെന്ന് എനിക്കിപ്പോഴും അറിയില്ല. VD സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തില്ലെങ്കിൽ കേരളം അപ്പാടെ പൊട്ടിത്തെറിക്കുമെന്ന് പോലും തോന്നിപ്പോയി. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും വരെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഉയർന്നു. കണ്ണേ കരളെ VDSA എന്ന മുദ്രാവാക്യം ഉയർന്നു. ആ മുദ്രാവാക്യം ഓർമ്മയില്ലേ? അത് പണ്ട് VS അച്യുതാനന്ദന് വേണ്ടി പ്രത്യേകം പണിതുണ്ടാക്കിയ മുദ്രാവാക്യമായിരുന്നു. 2006 തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും VS തഴയപ്പെടുന്നുവെന്ന് തോന്നിയപ്പോൾ മുദ്രാവാക്യത്തിന് ശക്തി കൂടി. അന്നും ഇതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. VSനെ സ്ഥാനാർത്ഥി പട്ടികയിലും പിന്നെ മുഖ്യമന്ത്രി പദത്തിലും എത്തിച്ചത് മലയാളികളുടെ ആ കടുംപിടുത്തമായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സതീശന്റെ കാര്യത്തിലും സംഭവിച്ചത്. ആ പൊതുവികാരത്തിൽ മങ്ങിപ്പോയത് സതീശനേക്കാൾ ഏറെ ഓണങ്ങൾ കൂടുതലുണ്ട രമേശ് ചെന്നിത്തലയാണ്. നേതൃത്വവും കേരളവും 70കാരനായ രമേശ് ചെന്നിത്തലയോട് കാണിച്ച അവഗണന പൊറുക്കാനാകുന്നതാണോ? ഇനി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പദം അദ്ദേഹത്തിന് സ്വപ്നം കാണാൻ പറ്റുമോ? 1986 രമേശ് ചെന്നിത്തല ആദ്യമായി മന്ത്രിയാകുമ്പോൾ MG യൂണിവേഴ്സിറ്റിയിലെ യൂണിയൻ ചെയർമാൻ സ്ഥാനത്തുണ്ടായിരുന്ന വെറും ഒരു കോളേജ് പയ്യനായിരുന്നു VD സതീശൻ. ക്യാൻ യു ബിലീവ് ദാറ്റ്? ആ സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ക്യാബിനറ്റിൽ അംഗമാകാനാണ് ഹൈക്കമാൻഡും മുതിർന്ന നേതാക്കളും രമേശ് ചെന്നിത്തലയെ നിർബന്ധിക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാകുമോ? 30ാം വയസ്സിലാണ് ചെന്നിത്തല ആദ്യമായി മന്ത്രിയാകുന്നത്. 2005 KPCC പ്രസിഡന്റായി. 2014 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി. 2016 പ്രതിപക്ഷ നേതാവ്. സ്വാഭാവികമായും അടുത്തത് മുഖ്യമന്ത്രി പദമെന്ന് ഉറപ്പിച്ചിരുന്ന സമയത്താണ് കേരളം UDFനെ അവഗണിച്ചത്. 2021 രണ്ടാമതും UDF പരാജയപ്പെട്ടതോടെ രമേശ് ചെന്നിത്തലയുടെ തലവിധി മാറി. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം അതൃപ്തിയോടെയാണെങ്കിലും VD സതീശന് കൈമാറേണ്ടി വന്നു. ഇപ്പോഴിതാ മുഖ്യമന്ത്രി കസേരയിൽ. സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വീടിന് മുന്നിൽ കാത്തുനിന്നിരുന്ന അണികളെയും മാധ്യമങ്ങളെയും ഒഴിവാക്കി പിൻവാതിൽ വഴി ഗുരുവായൂരിലേക്ക് പോയി ചെന്നിത്തല. അതൃപ്തി പാർട്ടിക്കുള്ളിൽ പ്രകടിപ്പിക്കുമ്പോഴും പൊതുമധ്യത്തിൽ വിഴുപ്പലക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. എവിടെയാണ് ചെന്നിത്തലയ്ക്ക് പിഴച്ചത്? അതിൽ ആദ്യത്തേതും പ്രധാനപ്പെട്ടതും പാർട്ടിക്കുള്ളിൽ തനിക്ക് മേലെ വളർന്ന VD സതീശനെ വിലയിരുത്തുന്നതിൽ വന്ന പിഴവാണ്. സംഘടനാപരമായ മികവും ജനകീയതയും സതീശനെ അപ്രഖ്യാപിത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മാറ്റിയിരുന്നു. കോൺഗ്രസ് ഒരിക്കൽ പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന പദം ഉപയോഗിച്ചിരുന്നില്ലെങ്കിൽ പോലും. മറ്റൊന്ന് ഘടകകക്ഷികളുടെ പിന്തുണയില്ലായ്മയാണ്. ഭൂരിഭാഗം MLA-മാരെയും ഒപ്പം നിർത്തി KC വേണുഗോപാൽ നടത്തിയ നീക്കത്തെ അപ്പാടെ തളച്ചത് ഘടകകക്ഷികളുടെ താല്പര്യമായിരുന്നു. സിറ്റിംഗ് MLA മുഖ്യമന്ത്രിയാകണമെന്നായിരുന്നു ഘടകകക്ഷികളുടെ തീരുമാനവും നിർദ്ദേശവും. മന്ത്രിസഭയിൽ അനുഭവ പാരമ്പര്യമുള്ള സിറ്റിംഗ് MLA മുഖ്യമന്ത്രിയാകണമെന്ന ക്ലാരിറ്റി വരുത്തിയിരുന്നെങ്കിൽ പകിട തിരിഞ്ഞ് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായേനെ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തൊരാൾ മുഖ്യമന്ത്രിയാകുന്നതിനോടുള്ള എതിർപ്പെന്നതിലുപരി ജനവികാരം ഒരിക്കലും ചെന്നിത്തലയ്ക്ക് എതിരായിരുന്നില്ല. 2031 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയം നടപ്പിലാക്കിയാൽ അതിനു മുൻപും തെരഞ്ഞെടുപ്പുണ്ടായേക്കാം. പക്ഷേ അന്ന് ഒരിക്കൽ കൂടി UDFനൊപ്പം ജനങ്ങൾ നിൽക്കുമോ? അങ്ങനെയെങ്കിൽ പിന്നെയും 5 വർഷത്തിന് ശേഷം രമേശ് ചെന്നിത്തല എന്ന നേതാവ് രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുമോ?